ഹലോ ഗേസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുള്ളത് ആഗ്രയിലാണ് കേട്ടോ. 10-ാം തീയതി ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് കയറി, ഇന്ന് 12-ാം തീയതി ആഗ്രയിൽ റീച്ചായി. ഇനിയിപ്പം ഫ്രഷായിട്ട് നമുക്കൊരു ടൈം രാവിലെ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇനി ഇവിടുന്ന് ഫ്രഷായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആഗ്ര കണ്ട് നാളെയാണ് താജ്മഹൽ കാണാനുള്ള പ്ലാന്. ഞങ്ങൾ മാത്രമല്ല ഉള്ളത്, എൻ്റെ ഫ്രണ്ട് രതികയും അവളുടെ ഹസ്ബൻഡ് വിനീഷേട്ടനും ഉണ്ട്. ഇതിലുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കുറച്ച് കട്ടിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗെയ്സ്, പാക്കിംഗ് ഒക്കെ എങ്ങനെയാണ് ചെയ്തത്? ഫസ്റ്റ് ഡേയിലേക്കുള്ളത് ഇവിടെ, സെക്കൻഡ് ഡേയിലേക്ക് അങ്ങനെ ഓരോ ദിവസത്തേക്കുള്ളത് അതിനനുസരിച്ച് അടുക്കി വെച്ചത്. അപ്പോൾ എടുക്കാൻ സുഖമാണല്ലോ. അപ്പോൾ എന്തായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ ഗെയ്സ്. ഞാൻ ചേഞ്ച് ആയി കേട്ടോ. ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന കമ്മൽ. ഇതിൽ ഏതിടണമെന്ന് കൺഫ്യൂഷനാണ്. ഇത് മീഷോന്ന് വാങ്ങിയതാട്ടോ. ഫൈനലി ഞാൻ ഈ ഒരു ഇയറിങ്സ് ചൂസ് ചെയ്തു കേട്ടോ. ഇത് വളയാണ്, ബ്രേസ്ലെറ്റാണ്. ഇതിലേത് ഇടണം എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും മീഷോന്ന് വാങ്ങിയതാട്ടോ ഗെയ്സ്. ഫൈനലി ഞാൻ ഈ ഒരു വളയും അതിൻ്റെ കൂടെ ഈ വാച്ചും പെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ ഇപ്പുറത്തെ കയ്യിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് ഇട്ടിട്ടുണ്ട്. അടിപൊളിയല്ലേ? പേരറിയാത്ത എന്തൊക്കെയോ സാധനങ്ങൾ തിന്നാണ്. ഗെയ്സ്, ഇയാളൊരു ആഗ്രക്കാരനാണെങ്കിൽ ഇയാൾക്ക് നന്നായിട്ട് മലയാളം അറിയട്ടോ. നിങ്ങൾ ഇനി ആഗ്രയ്ക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നല്ല ഹെൽപ്പാണ് കേട്ടോ ആള്. നമ്മളോടധികം ക്യാഷ് ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും യൂസ്ഫുൾ ആണ്. ഞങ്ങള് താജ്മഹലിന്റെ ബാക്കിലുള്ള വ്യൂ കാണാൻ വേണ്ടി പോവാ. അല്ല, മിനി താജ്മഹൽ അല്ലത്. അല്ല ഏട്ടാ, ഇത് റിവർ വ്യൂ ആ. നമ്മൾ അടുത്തതാണ് ബേബി താജ്മഹലിലേക്ക് പോകുന്നത്. ഇത് റിവർ വ്യൂ ആണ് താജ്മഹലിന്റെ. ഇത് താജ്മഹലിന്റെ ബാക്ക് വ്യൂ ആണ് ഗൈസ്. ഗൈസ്, നമ്മളെ മിനി ബേബി താജ്മഹലിലേക്ക് പോവുക. ഏകദേശം ഒരു താജ്മഹലിന്റെ ഒരു സ്ട്രക്ചറിൽ ഉണ്ടാക്കി വെച്ചതാട്ടോ. ഗെയ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ ആഗ്ര ഫോർട്ടിലാണ് കേട്ടോ. ആഗ്ര ഫോർട്ടിൽ വന്ന്
ഇപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് ആഗ്ര ഫോർട്ടിൽ വരുന്നത്. ഫസ്റ്റ് ടൈം 2022 ഒരു ഡിസംബർ മാസത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് വരുന്നത് ആഗ്രയിലേക്ക് തന്നെ. അടിപൊളിയാണ് ഗീസ്. ഈ ഫോണല്ലേ ഇവിടെ വന്നേ? അതെ അതെ അതെ. ഏത് ഫോണ്? എന്റെ ഫോണ്. ഗയ്സ്, നിങ്ങൾ ഇത് വായിച്ചോ? ഡു നോട്ട് പ്ലക്ക് ദ ഫ്ലവേഴ്സ് ആൻഡ് ഡു നോട്ട് മൂവ് ഇൻ ലോൺസ്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഒരു പൂ പോലും പറിച്ചില്ല. കാരണം എന്താണെന്നറിയോ? ഇവിടെ എവിടെ പൂവ്? എനിക്ക് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കാണാനും അതിനെക്കുറിച്ച് അറിയാനും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഫോട്ടോ അടിക്കുന്നതിനേക്കാളും കൂടുതൽ ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം. മീൻസ് അതിനെ തോന്നുന്നത്. ഇതിനു മുന്നേ ഞങ്ങൾ വന്ന സമയത്ത് ഏകദേശം ഇതിൻ്റെ ക്ലോസിങ് ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. ഏട്ടനും പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് കുട്ടിയേട്ടനും ആദർശേട്ടനൊക്കെ ആയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ക്ലോസിങ് ടൈമിലായതുകൊണ്ട് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾക്ക് 1.5 അവർ സമയമുണ്ട്. ഇപ്പം മാക്സിമം ഞാനൊന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അല്ലാതെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഗയ്സ്, ഇവിടെ നിന്നുള്ള വ്യൂ നോക്കൂ. എന്താലേ, ഞങ്ങൾ ആവശ്യമില്ലാത്ത വഴികളിലൂടെ ഒക്കെ പോയി നോക്കുക, എന്തെങ്കിലും പുതിയത് കാണാൻ പറ്റുമോന്ന് അറിയാൻ. ഗെയ്സ്, ഇവിടെ എന്തോ ചിലപ്പോൾ നമ്മൾ വന്ന വഴിയായിരിക്കില്ലേ രതികെ? ചാവല്ലേ? അല്ലടി, ഇത് വേറെ ഏതോ സ്ഥല സംഭവല്ലേ. ഗൈഡിന്റെ ആവശ്യമുണ്ടല്ലേ? എന്താ അങ്ങനെയാന്ന് അറിയാന്. അതാ മോളെ, കറക്റ്റ് വന്ന വഴിയിലെത്തി. ഞങ്ങൾ പുതിയ വഴികൾ അന്വേഷിച്ചു പോയതാ. അയ്യോ, ഫിനിഷറിനൊക്കെ ഏത് മൂല നിന്നിട്ട് അടിപൊളി ഫോട്ടോ എടുക്കണ്ടാവും. അതെ, ഏത് മൂല ഹലോ. ഓരോ സ്ഥലത്ത് വരുമ്പോ ഓരോന്നാ. കേറി വന്നതേ അല്ല ഇവിടെ. ഇവിടെ എത്തുമ്പോ വേറെ. ഇവിടെ ഫുൾ വൈറ്റ് തീം, റെഡ് എന്നൊക്കെ മാറി ഫുൾ വൈറ്റ് തീം. കവാടത്തിൽ പോയി നിന്നാലോ? പഞ്ചാബി വൈനിഷേട്ടനും തമ്മിൽ എന്താ ബന്ധമുണ്ടോ? പഞ്ചാബി അപ്പുറത്തുനിന്ന് എടുക്കണ്ടല്ലോ. ഗോലി സോഡ കുടിക്കാനുള്ള സമയമുണ്ടോ? ഇത് ഇവിടുത്തെ ഫുഡ് മാർക്കറ്റ് ആട്ടോ. പാനിപ്പൂരി തിന്നോക്കല്ലേ? ഓ, ഇവിടെ എന്തൊക്കെയോ ഉണ്ടല്ലോ അല്ലേ.
ഇത് മോമോസ് അല്ലല്ലേ? മോമോസ് എവിടെയാ? ഇവിടെ അധികം വെജിറ്റേറിയനാ കൂടുതലല്ലേ? ഫുഡിന്റെ കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇനി തുടങ്ങാം. ഓ എന്ത് സാധനം? ഒരെണ്ണം വാങ്ങിയിട്ട് ഒരെണ്ണം വാങ്ങി പീസാക്കി കഴിക്കാം. അതെ 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 അതെ. എങ്ങനെ ഗൈസ്? കണ്ടേ അതായത് ഒരു പ്ലേറ്റ് പോലെ 6 എണ്ണം പോലെ രസമുണ്ടോ കാജോ? അത് തിന്നൂടണ്ട. അടിപൊളിയാ. എക്സ്പ്രഷൻ പിടിക്കട്ടെ. ഒരു വെള്ളല്ലേ? വെറുതല്ല ഈ അടിപൊളിയാ. ഇഷ്ടല്ല. എന്ത് വെള്ളം അതൊക്കെ? എരിവുള്ള ടൈപ്പ് വെള്ളങ്ങളാ? എത്രണ്ണായി? 5 ആയില്ലേ? ഏതാ സാധനം? സ്റ്റീമഡാണോ? ഫ്രൈ ഒക്കെ രസമുണ്ട്. അത് കയറിയ ചെറിയ കസാരിയ. ഞങ്ങൾ റൂമിലേക്ക് നടക്കുകയാണ് സുഹൃത്തുക്കളെ. ഓരോരുത്തർ ഓട്ടോ വേണോ എന്ന് ചോദിച്ച് നടക്കുകയാണ് ഗൈസ്. ഇവിടെ റോഡിന്റെ പേര് കണ്ടോ? കാണുന്നുണ്ടോ? പൃഥ്വിരാജ് റോഡ്. ആഗ്രയില് ഫേമസ് ആയി തോന്നണേ. ഇന്നൊന്നാരും കൊണ്ടുപോവില്ല. കൊണ്ടുപോയി അതേപോലെ തിരിച്ചു കൊണ്ടുവരും. ഗൈസ് ഇതാണ് കേട്ടോ ഞങ്ങളെ റൂം. ഹോട്ടൽ രഞ്ജിത്ത്. ഇതാണ് ഞങ്ങളെ ഹോട്ടൽ കേട്ടോ ഗൈസ്. ഹോട്ടൽ രഞ്ജിത്ത്. ഗൈസ് ഈ അലങ്കോലമായി കിടക്കുന്നതാണ് ഗൈസ് ഞങ്ങളുടെ റൂം. ലൈറ്റ് ഇടട്ടാ. AC ഓണാക്കി.
നടന്ന് ക്ഷീണിച്ചെത്തിയിരിക്കുകയാണ് ഗീസ്. ബാത്റൂം കാണിച്ചു തരാം. അതും ഓഫ് കോഴ്സ് അലങ്കോലം മരിക്കും ഗീസ്. ഇതാണ് ഗീസ് ഞങ്ങളുടെ ബാത്റൂം. ശരി, ഈ റൂമിൻ്റെ ബാത്റൂം. മിററും ഉണ്ട്. ശരിക്കും ക്ഷീണിച്ചു ഗീസ്. വെറുതെ ഒരു മൂഡ് തോന്നിയിട്ട് നടന്നതാ. ഒരു 50 രൂപേൻ്റെ ഒരു ഓട്ടോ ചാർജ് വരുന്ന അത്ര ദൂരം ഉണ്ടായിരുന്നുള്ളൂ. 2 കിലോമീറ്റേഴ്സ് ഒരു മൂഡ് തോന്നി വെറുതെ നടന്നു. ക്ഷീണിച്ചു.